ശ്രീലങ്കൻ പരമ്പര അവസാനിച്ചു. ഇന്ത്യ ഏകദിനത്തിൽ നാണം കെട്ട് തോറ്റു. ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് ബംഗ്ലാദേശുമായിട്ടാണ്. 3 T20യും 2 ടെസ്റ്റുമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത്. ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യ തോറ്റപ്പോൾ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ T20യിൽ ഋതുരാജിനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബംഗ്ലാദേശ് പരമ്പരയിൽ ഋതുരാജ് ഉണ്ടായിരിക്കും. മലയാളി താരം സഞ്ജുവിനെ അവസരം വീണ്ടും കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രാഹുലിനെ ഇനി T20 ടീമിൽ കളിപ്പിക്കില്ല. ഏകദിനത്തിൽ ചിലപ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഗില്ലും ജയ്സ്വാളുമായിരിക്കും ഓപ്പണിംഗിൽ കളിക്കാൻ പോകുന്നത്. ഒക്ടോബർ 7 ആദ്യ T20. സെപ്റ്റംബർ മാസത്തിൽ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് T20. ഇനി 1 മാസത്തോളം ക്രിക്കറ്റ് ഉണ്ടായിരിക്കില്ല. ഇന്ത്യൻ ടീമിന് റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പരമ്പര. ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരങ്ങൾ ഇന്ത്യയിലാണ്. അതുകൊണ്ട് വിജയ സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. പക്ഷേ ശ്രീലങ്കയ്ക്കെതിരെ കളിച്ചതുപോലെ ബംഗ്ലാദേശിനെതിരെ കളിച്ചാൽ അത് ഇന്ത്യക്ക് പണിയാണ്. അതുകൊണ്ട് ഗൗതം ഗംഭീർ ടീമിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. സഞ്ജു കഴിഞ്ഞ T20യിൽ 2 ഡക്ക് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഗൗതം ഗംഭീർ സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. സൂര്യ, പാണ്ഡ്യ, റിയാൻ പരാഗ് ടീമിലുണ്ടായിരിക്കും. കീപ്പർമാരായിട്ട് 2 താരങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. സഞ്ജുവും ഋഷഭ് പന്തും. 2 പേർക്കും അവസരങ്ങൾ മാറി മാറി കൊടുക്കും. രോഹിത് ശർമ്മ, കോഹ്ലി, രാഹുൽ അടക്കം ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ആരും തന്നെ T20യിൽ ഇനി ഉണ്ടായിരിക്കില്ല. രാഹുലിനെ ഏകദിനത്തിൽ നിന്നും പുറത്താക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് ചെറിയ ടീമല്ല. അവരും ഇപ്പോൾ മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് T20 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പേടിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു ഈ ഒരു അവസരം മുതലാക്കിയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ കിട്ടില്ല. ഇത് സഞ്ജുവിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ബംഗ്ലാദേശുമായിട്ടുള്ള പരമ്പരയിൽ സഞ്ജു തകർത്തടിക്കട്ടെ. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.